If you only do what you can do, you will never be more than you are now. നമുക്കെല്ലാം എപ്പോഴും കംഫോർട്ട് സോണിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. നമ്മുടെ ബോഡിയുടെ കംഫോർട്ട്, നമുക്ക് ചെയ്ത് ശീലമായ കാര്യങ്ങൾ തന്നെ ചെയ്യുക, നമ്മൾ പരിചയിച്ച ആൾക്കാരുടെ കൂടെ തന്നെ സമയം ചെലവഴിക്കുക. ഈ കംഫോർട്ട് സോൺ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഇത് നമ്മുടെ ഒരു അടിസ്ഥാന ഇടമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഒരിക്കലും കുരുങ്ങിപ്പോകരുത്. നമ്മൾ പോലും അറിയാതെ, അവെയറാവാതെ ഈ കംഫോർട്ട് സോണിലേക്ക് നമ്മൾ പലപ്പോഴും ചുരുങ്ങിപ്പോകാറുണ്ട്. വളരെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സംഭവിക്കാം. നമ്മൾ കോൺഷ്യസ് ആയിട്ട് മനഃപൂർവ്വം ഒരു എഫേർട്ട് എടുക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ കൊച്ചു വട്ടത്തിൽ ചുരുങ്ങിപ്പോകും. നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാത്തതിൻ്റെ, ലൈഫിൽ പ്രോഗ്രസ്സോ ഡെവലപ്മെൻറ്റോ ഉണ്ടാവാത്തതിൻ്റെയും കാരണം ഇത് തന്നെയാണ്. ഇഫ് യു ഓൺലി ഡു വാട്ട് യു ക്യാൻ ഡു, ഇഫ് യു ഓൺലി ഡു വാട്ട് യു ആർ ഡൂയിങ്, യു വിൽ നെവർ ഗ്രോ മോർ ദാൻ യു ആർ നൗ. നമുക്കൊരു പുതിയ റിസൾട്ട്, പുതിയ ഔട്ട്കം വേണമെങ്കിൽ തീർച്ചയായും നമ്മൾ പുതിയ കാര്യം ചെയ്യണം, മാറി പ്രവർത്തിക്കണം. ഞാൻ ആവറേജായി എന്നും ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും ഡിഫറൻ്റായി ചെയ്യാതെ എങ്ങനെയാണ് എനിക്കൊരു ഡിഫറൻറ്റ് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്? ഈ തിരിച്ചറിവ് കിട്ടിയാൽ നാം ആദ്യം ചെയ്യേണ്ടത് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക എന്നതാണ്. നമ്മുടെ ആവറേജ് കാര്യങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കാനുള്ള എഫേർട്ട് എടുക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ പുതിയ കംഫോർട്ട് സോൺ. നമുക്ക് TV കണ്ടിരിക്കാനും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സമയം ചെലവഴിക്കാനും സിനിമ കണ്ടിരിക്കാനും എന്നും എളുപ്പമാണ്. കാരണം ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ട് എടുക്കുന്നില്ല. വെറുതെ കുറേ ഇൻപുട്ട് നമ്മളിലേക്ക് കയറുന്നു. നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ട് ഒരു വിഷയത്തിൽ അറിവ് നേടാൻ നോക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും സ്കാറ്റേഡ് ഡേറ്റ അല്ലെങ്കിൽ ചിതറിയ ചിന്തകളാണ്. പല മേഖലകളിലും പല വിഷയങ്ങളിലുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു മിനിറ്റിൽ കാണുന്നത്. എത്രയോ ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് കണ്ട് ആസ്വദിക്കുക എന്നതിനപ്പുറം എന്തിനെക്കുറിച്ചെങ്കിലും ആഴത്തിൽ ചിന്തിക്കാനോ ഒരു വിഷയത്തിൽ ഡീപ്പായി പഠിക്കാനോ ഉള്ള പരിശ്രമം അവിടെ നടക്കുന്നില്ല. ഇതെല്ലാം ബ്രെയിനിനെ സംബന്ധിച്ച് പ്ലഷർ ഫാക്ടേഴ്സാണ്. ഇതാണ് നമ്മൾ പേഴ്സണലായി എഫേർട്ട് എടുത്ത് മാറ്റേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ മിക്കപ്പോഴും ഫോൺ എടുത്താൽ ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാഗ്രാമോ വാട്സപ്പോ ഫേസ്ബുക്കോ ഒക്കെ തുറക്കാറുണ്ട്. പിന്നെ നമ്മൾ പോലും അറിയാതെ കുറേ സമയം നമ്മളതിൽ ചിലവഴിക്കും. ഇത് ഓവർകം ചെയ്യാൻ നമ്മൾ ആപ്പുകൾ പതിവ് സ്ഥലത്ത് നിന്ന് മാറ്റിയിടണം. ഹോം സ്ക്രീനിൽ ഒരിക്കലും ഇടരുത്. ഏറ്റവും ലാസ്റ്റ് പേജിലായി പെട്ടെന്ന് കണ്ണിൽ പെടാത്ത രീതിയിൽ ഇടണം. ഇനിയും നിയന്ത്രിക്കാൻ പാടാണെങ്കിൽ ആപ്പ് ഡിസേബിൾ ചെയ്യുക. നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രം സെറ്റിങ്സിൽ പോയി ആ ആപ്പ് എനേബിൾ ചെയ്ത് യൂസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ടെൻഡൻസി കൂടുതൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ച് ഫോൺ എടുക്കുമ്പോൾ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമോ തുറക്കുക എന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുക എന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സായി റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഓട്ടോമാറ്റിക് പ്രോസസ്സിനെ നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ ഓവർകം ചെയ്യണം. പതിവ് സ്ഥലത്ത് നിന്ന് നമ്മൾ ആപ്പ് എങ്ങോട്ടെങ്കിലും മാറ്റിയിടുമ്പോഴോ ആപ്പ് ഡിസേബിൾ ചെയ്യുമ്പോഴോ പഴയതുപോലെ ആപ്പ് ഓപ്പൺ ചെയ്യാൻ എളുപ്പമല്ല. നമ്മുടെ ഓട്ടോമാറ്റിക് റെക്കോർഡഡ് പ്രൊസീജിയറിൽ നിന്ന് ഒരു മാറ്റം വരുന്നു. ഇത് എഫേർട്ട് എടുത്ത് മാറ്റമുണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോഴാണ്, എഫേർട്ട് കൊണ്ട് മനഃപൂർവ്വം മാറ്റം വരുത്തുമ്പോഴാണ് നമ്മുടെ ഔട്ട്പുട്ടുകൾ മാറുന്നത്. നമ്മുടെ ആക്ഷൻസ് മാറുമ്പോഴാണ് നമ്മുടെ റിസൾട്ട്സ് മാറുന്നത്. വിത്തൗട്ട് ദിസ് എഫേർട്ട് ടു ചേഞ്ച് യുവർ ഡെയിലി ആക്ഷൻസ്, നെവർ എക്സ്പെക്ട് എ ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. മാറണമെന്ന് തീരുമാനമെടുത്താൽ അവിടെ തൊട്ട് എല്ലാം മാറുക തന്നെ ചെയ്യും. വി ജനറേറ്റ് ഫിയർ വൈൽ വി സിറ്റ്, വി ഓവർകം ദെം ബൈ ആക്ഷൻ. ഡോക്ടർ ഹെൻറി ലിങ്ക്. It's only after you have stepped outside your comfort zone that you begin to change, grow and transform. Roy T. Bennett. Change begins at the end of your comfort zone. അതുകൊണ്ട് നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് കടക്കാൻ, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് ചിന്തിക്കാൻ, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തിറങ്ങി പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുക. എല്ലാവരും കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. എല്ലാവരും ചെയ്യാത്തത് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാവരും നിൽക്കുന്ന കംഫർട്ട് സോണിന് പുറത്ത് നമ്മൾ ഇറങ്ങണം. Change begins at the end of your comfort zone.